നമസ്കാരം, സുഭാഷ് സാറാണ്. മറ്റേ എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റൻ ആണ്. ഇനിയും വരാൻ പോകുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഐസറിന്റെ എക്സാം ഉണ്ട്, പിന്നെ ഈ വർഷം തന്നെ NDA 2 ഉണ്ട്, ഇങ്ങനെ പിന്നെ കുറച്ച് കുട്ടി എക്സാംസ് ഒക്കെ ഉണ്ട് എൻട്രൻസിൻ്റെത്. ഇത് വലിയൊരു ക്വസ്റ്റൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ ഇപ്പോഴും ഇതിന് ഒരു കമന്റ് പാസ്സാക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ കാണുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈസി എന്നോ ടഫ് എന്നോ ഞാൻ ഒന്നും പറയുന്നില്ല. ക്വസ്റ്റ്യനോട്ട് പതുക്കെ കയറാം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ലെറ്റ് A is a 3x3 matrix which has determinant 3. ഇതൊരു 3x3 matrix ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് 3 ആണ്. A satisfies a square minus 7a plus 4i equals 0, then the value of determinant of a minus 2i. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനുള്ളിൽ ഒന്ന് രണ്ട് ഡേറ്റാസ് ഉണ്ട്. ഇതൊരു 3x3 മെട്രിക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആ ഡിറ്റർമിനന്റ്, അതിന്റെ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 3 ആണ്. അതുപോലെ ഈ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലാണ് ഡിറ്റർമിനന്റ് ഓഫ് a minus 2i. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. മോനെ, ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഒരു എക്സ്പ്രഷൻ അല്ലേ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഇതിനുള്ളിൽ ഒരു ചെറിയ ക്ലൂ ഉണ്ട്, അതാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ആ പ്രോബ്ലം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് പഠിത്തം. നമ്മളതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, ഈ ടേംസും ഇതും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഞാനൊന്ന് ചെയ്ത് കാണിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ a² minus 7a plus 4i equals 0. ഓക്കെ, ഇത് a minus 2i ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കണേ. ദാറ്റ് ഈസ് a² ഈ 7a എന്നുള്ളതിനെ ഞാനൊന്ന് 4a minus 3a എന്ന് എഴുതാമല്ലോ. minus 4a minus 3a minus 7a എന്ന് എഴുതാമല്ലോ അല്ലേ? പ്ലസ് 4i ഈസ് ഈക്വൽ എത്രയാണ്? 0. ദാറ്റ് ഈസ് a² minus 4a പ്ലസ് 4i ഈക്വൽ ടു 3a. ശരിയല്ലയോ? ഈ മൈനസ് 3a ഞാൻ ഈക്വലിന്റെ അപ്പുറത്ത് കൊണ്ടുപോയി. ഇപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. a² minus 4a പ്ലസ് 4i എന്ന് പറഞ്ഞാൽ നമ്മൾ x² minus 4x plus 4 എന്നൊക്കെ വായിക്കാറില്ലയോ? അതേപോലെ നമുക്ക് കറക്റ്റ് ആയിട്ട് a minus 2i the whole square എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഈക്വൽ എത്രയാണ്? 3. കണ്ടോ? അങ്ങനെ ഒരു കണക്ഷൻ ഇതിനുള്ളിൽ ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ ഈ പ്രോബ്ലം ഇത്തിരി ഈസി ആയിട്ട് മനസ്സിലാവും. അങ്ങനെയൊക്കെ ഉള്ളത് ചോദിക്കുള്ളൂ, പക്ഷെ നമുക്കത് എളുപ്പം ഒരാൾ പറഞ്ഞു തരാതെ എളുപ്പം പിടിയിട്ടില്ല. അപ്പം a² minus 4a plus 4i can be a minus 2i the whole square is equal to 3. നമുക്ക് വേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് a minus 2i ഉള്ളൂ. ഇപ്പൊ നമുക്ക് a minus 2i the whole square ആ. ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് അങ്ങോട്ട് കണ്ടുപിടിക്കാം. therefore determinant of a minus 2i the whole square equal to determinant of 3a. അപ്പുറം ഇപ്പുറവും നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തു. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a minus 2i the whole square ആണ് കേട്ടോ. ഇങ്ങനെ ഡിറ്റർമിനന്റ് ഓഫ് a minus 2i ക്കാണ് സ്ക്വയർ. നമുക്ക് ഇനി ഒരു റിസൾട്ട് പഠിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് a raised to n ഈസ് ഈക്വൽ ടു, ഇങ്ങനെ റിസൾട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിറ്റർമിനന്റ് ഓഫ് a raised to n ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഹോൾ റൈസ്ഡ് ടു n എന്ന് പറഞ്ഞാൽ എയുടെ പവർ n എന്നിട്ട് ഡിറ്റർമിനന്റ് എടുക്കുന്നതും വെറും എയുടെ ഡിറ്റർമിനന്റ് എടുത്തിട്ട് പവർ n എടുത്താലും ആൻസർ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a ക്യൂബും ഡിറ്റർമിനന്റ് ഹോൾ ക്യൂബും തമ്മിൽ ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഡിറ്റർമിനന്റ് ഓഫ് a minus 2i the whole square എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് a minus 2i the whole square. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം എന്നർത്ഥം. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി കേട്ടോ, ഇതാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ സ്ക്വയറിനെ ഹോൾ സ്ക്വയർ ആക്കാം എന്നർത്ഥം. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a minus 2i the whole square ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് 3. ഈ ഡിറ്റർമിനന്റ് ഓഫ് 3 എന്നുള്ളതിനെ 3 നമുക്ക് പുറത്തെടുക്കുമ്പോൾ 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് എന്നാവും. എന്തുകൊണ്ട് ഈ 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ a എന്ന് പറഞ്ഞാൽ ഏത് ഓർഡർ ആവാനെ 3/3 ആണ് അല്ലേ? അപ്പോൾ a ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് 3a ക്യാൻ ബി 3³ ഇൻറ്റു, ഈ ക്യൂബ് ആണ് 3/3 3 ആണ് കേട്ടോ. ഓക്കെ, 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് a ദാറ്റ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് അതേപോലെ തന്നെ എഴുതാണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് a minus 2i the whole square is equal to 3³ ഇൻറ്റു ഡിറ്റർമിനന്റ് എത്ര മോനെ? ഇവിടെ 3 അല്ലയോ? ഇപ്പൊ 3³ ഇൻറ്റു 3 എന്ന് വരും. ഓക്കെ, 3³ ഇൻറ്റു 3 ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് a minus 2i the whole square is equal to 81. 3³ is 27 into 3 is 81.
അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a minus 2a the whole square is 81. Therefore, determinant of a minus 2i is equal to root of 81. ഇത് സ്ക്വയർ അല്ലേ, അവിടെ നിന്ന് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ root of 81 ഈസ് ആൻസർ ആരാണ് 9. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്, വലിയ മോശമല്ലാത്ത നല്ലൊരു ക്വസ്റ്റൻ ആണ് അല്ലേ. ഞാൻ ഇന്നൊരൊറ്റ ക്വസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതേപോലെ കുട്ടി ചെറിയ ക്ലാസ്സുകൾ തരാം, നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കി നോക്കും. പിന്നെ നമ്മുടെ ചാനലൊക്കെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ കുറെ ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻ. ഇവരെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കണം കേട്ടോ. ഈ സ്റ്റെപ്സ് ഇത്രയും ഒന്ന് ചെയ്ത് നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു കിട്ടണം, അല്ലാതെ നോക്കി പഠിക്കുകയല്ല. നോക്കി പഠിച്ചു, നോക്കാതെ എഴുതാനുള്ള രീതിയിൽ കൂടെ കഴിവാകണം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള കഴിവാകുമെന്ന് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടുത്ത വർഷത്തേക്കുള്ള കീമിന്റെ ക്ലാസ് ഉണ്ട്, അതേപോലെ NDA 2 ഉണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സും എന്നോടൊപ്പം തന്നെ നോട്ട്സും ഉള്ളത് നിങ്ങൾക്ക് കിട്ടും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ അടങ്ങുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.